ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് യേശുനാമത്തിൽ വന്ദനം. ഇത്രയും വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം തന്ന അത്യുന്നതനായ ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. യേശുവിന്റെ കരുണയാൽ പാപിനിക്ക് മോചനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നിയമജ്ഞരും ഫരിസേയരും കൂടി ചേർന്ന് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കുന്നു, ഗുരു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്, നീ എന്തു പറയുന്നു എന്ന ചോദ്യത്തിന് യേശു തമ്പുരാൻ ഒന്നും തന്നെ പറയുന്നില്ല. കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ യേശു അവരോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. യേശു ആ സ്ത്രീയോട് വളരെയധികം കരുണ കാണിക്കുന്നുണ്ട്. മാത്രമല്ല, അവളെ കൊണ്ടുവന്നവരെ കൂടി അനുതാപത്തിലേക്ക് നയിച്ചുകൊണ്ട് അവരുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കി തന്നെ എളിമപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു അനുതാപം ഉണ്ടാകുവാൻ തക്കവിധം യേശു തമ്പുരാൻ അവരോടും കരുണ കാണിക്കുന്നു. അങ്ങനെ അവളെ എറിയാൻ കൊണ്ടുവന്ന കല്ലുകൾ താഴെയിട്ട് അവർ മടങ്ങിപ്പോകുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ അന്യരെ വിധിക്കരുത് എന്ന് പറയുന്നു. നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കുമ്പോൾ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കല്ലെടുത്ത് കളയട്ടെ എന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്ന് യേശു ചോദിക്കുന്ന ആ ചോദ്യം, പ്രിയ സഹോദരെ, അത് നമ്മളോടും കൂടിയാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ എത്രമാത്രം തെറ്റുകൾ ചെയ്തിട്ടും വളരെ സ്നേഹവാത്സല്യത്തോടെ സ്വന്തം മകനെ സ്വീകരിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യന് 2 പുത്രന്മാർ. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് ഭാഗിച്ച് അവർക്ക് കൊടുത്തു. ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ ആ ദേശത്ത് കഠിനമായ ഒരു ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. ഇനി എന്ത് ചെയ്യും? അവൻ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നുന്ന തവിടെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചെങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോഴാണ് അവന് സുബോധമുണ്ടാവുന്നത്. എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഇനി ഞാൻ യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ദാസരോട് അവന് മേൽത്തരം വസ്ത്രവും ചെരുപ്പും മോതിരവും അണിയിക്കാൻ പറയുന്നു. പോരാഞ്ഞിട്ട് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണവും. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവും. നമ്മൾ എത്രമാത്രം പാപത്തിൽ വീണു പോയാലും വളരെ പ്രതീക്ഷയോടെ സ്നേഹത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ പിതാവ് പരിശുദ്ധമായ ഈ നോമ്പുകാലത്ത് നമുക്കൊന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മൾ ഉടക്കി കിടക്കുന്ന എല്ലാ പാപങ്ങളെയും ബർത്തിമേയോസിന്റെ പുറംകുപ്പായം ദൂരേക്ക് എറിഞ്ഞതുപോലെ ദൂരെ എറിഞ്ഞ് നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ സ്നേഹനിധിയായ പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.